സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേറെ പ്രാധാന്യമുള്ള കൺസെപ്റ്റാണ് എൻസെമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് എൻസെമ്പിൾ? എൻസെമ്പിൾ ഇസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മാക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കൽ ബട്ട് എസെൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം. കുറേ സിസ്റ്റത്തിൻ്റെ ഒരു കൂട്ടമാണ് എന്നുള്ളതാണ് എൻസെമ്പിൾ. സോ എന്താണ് മാക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കൽ എന്ന് പറയാനുള്ള കാരണം? എന്താണ് മാക്രോസ്കോപ്പിക്കായിട്ടുള്ള പാരാമീറ്ററുകൾ? വോളിയം, എനർജി, പ്രഷർ, ഇതൊക്കെയാണ് മാക്രോസ്കോപ്പിക്കായിട്ടുള്ള പാരാമീറ്ററുകൾ. സോ സിസ്റ്റംസ് ഉണ്ട്, കുറേ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഇവിടെയൊക്കെ മാക്രോസ്കോപ്പിക്കായിട്ടുള്ള പാരാമീറ്ററുകൾ ടെമ്പറേച്ചർ ഒരുപോലെയാണ്, അല്ലെങ്കിൽ വോളിയം ഒരുപോലെയാണ്. ഇങ്ങനെ ഒരേപോലെ വോളിയമുള്ള, പ്രഷറുള്ള, എനർജിയുള്ള കുറേ സിസ്റ്റംസ് കൂടി ചേരുന്നതാണ് എൻസെമ്പിൾ എന്ന് പറയുക. സോ നമുക്ക് 3 ടൈപ്പ് എൻസെമ്പിളുകളുണ്ട്: മൈക്രോ കനോനിക്കൽ, കനോനിക്കൽ ആൻഡ് ഗ്രാൻഡ് കനോനിക്കൽ. സോ ഇതാണ് എൻസെമ്പിളുകൾ. നമുക്കൊരു സിസ്റ്റം, അതിനുള്ളിൽ ഒരുപാട് ഐഡൻറ്റിക്കലായിട്ടുള്ള കുറേ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. സോ ഇതൊരു കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മാക്രോസ്കോപ്പിക്കൽ ഐഡൻറ്റിക്കലായിട്ടുള്ള സിസ്റ്റംസാണ്. സോ ഇതൊരു കളക്ഷനാണ് എൻസെമ്പിൾ എന്ന് പറയുന്നത്. മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് EVN, അതായത് എനർജി, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ഇവ ഇതിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ റിജിഡ്, ഇംപെർമിയബിൾ ആൻഡ് വെൽ ഇൻസുലേറ്റഡ് വാൾ. സോ എന്താണ് ഇവിടെ? റിജിഡാണ്, ഇംപെർമിയബിൾ ആണ്. സോ ഇംപെർമിയബിൾ ആയതുകൊണ്ട് ഇവിടെയുള്ളൊരു പാർട്ടിക്കിളിന് വേറൊന്നിലേക്ക് പോകാൻ കഴിയില്ല. ഓക്കെ, പാർട്ടിക്കിൾസിന് വേറൊരു സിസ്റ്റത്തിലോട്ട് പോകാൻ കഴിയില്ല. മറ്റൊന്ന് ഇൻസുലേറ്റഡ് ആണ്. ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ അങ്ങനെയൊന്നും തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. സോ നത്തിങ് ഈസ് എക്സ്ചേഞ്ച്ഡ്. പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇംപെർമിയബിൾ ആണ്. വെൽ ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൈൻഡ് ഓഫ് എനർജിയാണ്. അതും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. സോ ഇൻ മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ നത്തിങ് ഈസ് എക്സ്ചേഞ്ച്ഡ്. ഇവിടെയുള്ള EVN ദീസ് ആർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റം എടുക്കുകയാണ്, കനോനിക്കൽ സിസ്റ്റം എടുക്കുകയാണ്. കനോനിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ TVN ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ canonical ensembles are separated by rigid, impermeable but well conducting walls. റിജിഡ് ആണ്, ഇംപെർമിയബിൾ ആണ്. ഇംപെർമിയബിൾ ആയതുകൊണ്ട് പാർട്ടിക്കിൾസിന് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുകയില്ല. ഓക്കെ, പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഇല്ല. ബട്ട് വെൽ കണ്ടക്റ്റിംഗ് വാൾസ് ആണ്. വാൾ കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് നടക്കാം. പക്ഷേ സോ ഇൻ കനോനിക്കൽ സിസ്റ്റം ടെമ്പറേച്ചർ ഈസ് എക്സ്ചേഞ്ച്ഡ്. പക്ഷേ ഇവിടെയുള്ളത് നമ്മളൊരു സിങ്ക് അല്ലെങ്കിൽ ഒരു ഹീറ്റ് സിങ്കിൻ്റെ മുകളിലാണ് സിസ്റ്റം മൊത്തത്തിൽ ഉണ്ടാവുക. സോ എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചറുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓരോ സിസ്റ്റത്തിലുള്ള ടെമ്പറേച്ചറുകൾ ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തതാണ് ഗ്രാൻഡ് കനോനിക്കൽ, TVμ. മ്യൂ എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യലാണ്. സോ ഇവിടെ ഈ ഗ്രാൻഡ് കനോനിക്കൽ എൻസെമ്പിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ റിജിഡ്, പെർമിയബിൾ ആൻഡ് വെൽ കണ്ടക്റ്റിംഗ് വാൾസ്. സോ അതുകൊണ്ട് പെർമിയബിൾ ആയതുകൊണ്ട് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് പോകാൻ കഴിയും. പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. ഇനി വെൽ കണ്ടക്റ്റിംഗ് വാൾസ് ആണ്, ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. സോ ഇൻ ഗ്രാൻഡ് കനോനിക്കൽ എൻസെമ്പിൾ ടെമ്പറേച്ചർ ആൻഡ് പാർട്ടിക്കിൾസ് ആർ എക്സ്ചേഞ്ച്ഡ്. ഇത് മുൻ വർഷങ്ങളിൽ, അതായത് 2021 ചോദിച്ച ചോദ്യമാണത്. മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ ഇസ് എ കളക്ഷൻ ഓഫ് എസെൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് ഹാവിങ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 2012 ചോദിച്ച ചോദ്യമാണ്. മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ ഇസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് ഹാവിങ് സെയിം എനർജി, വോളിയം, ടെമ്പറേച്ചർ, എനർജി, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് എക്സെട്ര. സോ നമുക്കറിയാം എന്താണ് മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സെപ്പറേറ്റ് ബൈ റിജിഡ്, ഇംപെർമിയബിൾ ആൻഡ് വെൽ ഇൻസുലേറ്റഡ് വാൾസ് ആണ്. നത്തിങ് ഈസ് എക്സ്ചേഞ്ച്ഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരം എന്തായിരിക്കും വരിക? സെയിം എനർജി, സെയിം വോളിയം, സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾ, അല്ലേ? EVN. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ ഇത് തന്നെ അല്ലേ? EVN. സോ ഇതാണ് മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ. സോ ഉത്തരം കിട്ടിയല്ലോ. അടുത്തത് ഇവിടെ ഈ മൈക്രോ കനോനിക്കൽ എൻസെമ്പിളിനെ കുറിച്ചാണ് ചോദ്യമുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഓൺലി ഇഫ് എനർജി ആൻഡ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ നോട്ട് എക്സ്ചേഞ്ചിങ്,
only if temperature is not changing unknown, only if entropy is not changing unknown, only if volume is kept constant. സോ ഇവിടുത്തെ ഉത്തരം എന്താണ്? എ ആണ് അല്ലേ. ഓൺലി ഇഫ് എനർജി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ നോട്ട് ചേഞ്ചിങ്. അടുത്ത ചോദ്യം, ഇൻ കാനോനിക്കൽ എൻസെമ്പിൾ വെൻ സിസ്റ്റം എ ഓഫ് ഫിക്സ്ഡ് വോളിയം കംസ് ഇൻ കോൺടാക്ട് വിത്ത് ലാർജ് റിസർവർ ബി, ദെൻ എ ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി പാർട്ടിക്കിൾ വിത്ത് ബി, എ ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി വിത്ത് ബി, നത്തിങ് ക്യാൻ ബി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എ ആൻഡ് ബി, ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് എനർജി ക്യാൻ ബി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് 2023 ചോദിച്ച ചോദ്യമാണ്. 2016 ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ കനോനിക്കൽ എൻസെമ്പിൾ ഇതാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഒരു സിസ്റ്റം എ ഒരു വേറൊരു റിസർവോയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ കനോനിക്കൽ എൻസെമ്പിളിൽ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുക? ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് എനർജി തന്നെയാണ്. ഓക്കെ, തെർമൽ എനർജിയാണ് ടെമ്പറേച്ചർ. സോ എന്താണ് എൻ്റെ ഉത്തരം വരുന്നത്? ഇ ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി വിത്ത് ബി. പാർട്ടിക്കിളോട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? വാൾസ് റിജിഡാണ്, ഇംപെർമിയബിളാണ്. സോ അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നത്തിങ് ക്യാൻ ബി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ഉത്തരവല്ല. ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് എനർജി ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ്. സോ ഇവിടെയുള്ള പാർട്ടിക്കിൾസിന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. സോ ശരിയായിട്ടുള്ള ഉത്തരം ബി ആണ്. ഇത് 2012 ചോദ്യമാണ്. ഡാഷ് എൻസെമ്പിൾ അലോ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് എനർജി ആൻഡ് പാർട്ടിക്കിൾ വിത്ത് റിസർവോയർ. ഏതാണ്? എനർജിയും പാർട്ടിക്കിളും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന എൻസെമ്പിൾ ഏതാണ്? ഗ്രാൻഡ് കനോനിക്കൽ എൻസെമ്പിളാണ്. ടെമ്പറേച്ചറും പാർട്ടിക്കിളും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. ടെമ്പറേച്ചർ ഈസ് സം ഫോം ഓഫ് എനർജി. ഓക്കെ, സോ ഉത്തരം ഏതാണ്? ഗ്രാൻഡ് കനോനിക്കൽ എൻസെമ്പിൾ.